ഈ ഓണക്കാലം കളർഫുൾ ആകും. കണ്ണഞ്ചിപ്പിക്കുന്ന വസ്ത്രങ്ങളുടെ അത്യപൂർവ കളക്ഷൻസുമായി VTS വെഡിംഗ് സെന്റർ ഒരുങ്ങിക്കഴിഞ്ഞു. ഈ ഓണക്കാലത്ത് വിഭവസമൃദ്ധമായ ഭക്ഷണത്തിന്റെ രുചിവൈവിധ്യങ്ങൾ നുകരാൻ VTS ഹൈപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. ഈ ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുള്ളായി ആഘോഷിക്കാം. സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു. VTS മാൾ, ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. വിൽപ്പനയ്ക്കായി ആനക്കൊമ്പുമായി എത്തിയ 7 പേർ പുത്തനത്താണിയിൽ പിടിയിൽ. ഫോറസ്റ്റ് ഇന്റലിജൻസ്, ഫോറസ്റ്റ് ഫ്ലൈയിംഗ് സ്ക്വാഡ്, കരുവാരക്കുണ്ട് ഫോറസ്റ്റ് ഓഫീസ് ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്നാണ് കഴിഞ്ഞ ദിവസം രാത്രി സംഘത്തെ അറസ്റ്റ് ചെയ്തത്. തിരൂർ ആലത്തിയൂർ സ്വദേശികളായ തറയിൽ ഹൌസിൽ ടി ജംഷീർ, തറയിൽ ഹൌസിൽ അബ്ദുൾ ജബ്ബാർ, തിരൂർ തൃക്കടയൂർ സ്വദേശി വെട്ടത്ത് ഹൌസിൽ ഷോബിഷ്, പുത്തനത്താണി അത്തിക്കപ്പറമ്പിൽ അബ്ദുൾ ഷമീർ ബാബു, ചാവക്കാട് രായമരക്കാർ ഷമീർ, കുറുമ്പത്തൂർ നെടുവാഞ്ചേരി സുബൈർ, മേപ്പാടി ചോലക്കിൽ ഫൈസൽ എന്നിവരാണ് പിടിയിലായത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. കൊമ്പ് കടത്താനായി ഉപയോഗിച്ച കാറും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വൈൽഡ് ലൈഫ് കൺട്രോൾ ബ്യൂറോ, ക്രൈം കൺട്രോൾ ബ്യൂറോ, അതുപോലെ തന്നെ ഫോറസ്റ്റ് ഇന്റലിജൻസ് സെൽ ഇവർക്ക് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നിലമ്പൂർ ഫോറസ്റ്റ് ഫ്ലൈയിംഗ് സ്ക്വാഡ് അതുപോലെ തന്നെ കരുവാരക്കുണ്ട് ഫോറസ്റ്റ് സ്റ്റാഫും ചേർന്നിട്ട് ഇങ്ങനെ ആനക്കൊമ്പ് വിൽപ്പന നടത്തുന്ന രഹസ്യവിവരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പരിശോധന നടത്തുകയും തിരൂര് പുത്തനത്താണി കൽപ്പഞ്ചേരി എന്നുള്ള സ്ഥലത്ത് നിന്ന് ആനക്കൊമ്പ് ഏകദേശം 3.5 കിലോ ഭാരം വരുന്ന ആനക്കൊമ്പ് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 7 പ്രതികളെയാണ് അതിനകത്ത് നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ പ്രതികളെ നമ്മൾ അന്വേഷണത്തിലാണ്. ഇതിന്റെ ഭാഗമായിട്ട് ഇനി ഇവരെ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ അന്വേഷണം നടത്തുന്നതാണ്. വിവരം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും നിരവധി ഇങ്ങനെ ആന്റിക് ഐറ്റംസ് എന്നുള്ള ഗ്രൂപ്പുകളിൽ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതുവഴി കിട്ടുന്ന പല വിവരങ്ങളാണ്. അത് ഫോറസ്റ്റ് ഇന്റലിജൻസിനും അതുപോലെ തന്നെ മറ്റു വൈൽഡ് ലൈഫ് ഇന്റലിജൻസിനും അവർക്ക് വിവരങ്ങൾ ലഭിക്കുന്നതാണ്. ഇത് അത്തരം വിവരങ്ങൾ അവർക്കാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾക്കത് അവരുടെ കേസ് ഹാൻഡ് ഓവർ ചെയ്താണ്. നമ്മൾ ബാക്കി കാര്യങ്ങൾ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി നമ്മൾ അവരുടെ കസ്റ്റഡിയിൽ വാങ്ങി അന്വേഷിക്കുന്നതാണ്. പ്രതികളെ മഞ്ചേരി വനം കോടതിയിൽ ഹാജരാക്കി.